മുരുക ഭഗവാനിൽ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള മുരുക ഭക്തർ വല്ലാത്ത ഒരു വിഷമത്തിലാണ്. കാരണം തമിഴ്നാട്ടിൽ മുരുകൻ്റെ 6 പടയ വീടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തിരുപ്പറംകുണ്ട്രം. തിരുപ്പറംകുണ്ട്രം മുരുകൻ്റെ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തെ ആകെ തകർക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങളാണ് തമിഴ്നാട് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2014 മുതൽ മുരുകയുഗം ആരംഭിച്ചുവെന്നും മുരുകൻ്റെ ഖ്യാതിയും സ്വാധീനവും ലോകത്തെമ്പാടും വ്യാപിക്കുമെന്നും, എന്തിന് കാർത്തിക്സ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പോലും, യസീദികളുടെ ഒരു രാജ്യം പോലും ഉണ്ടായി വരുമെന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മുരുകയുഗത്തിന് ശേഷം രാജ്യം വലിയ തോതിൽ സമ്പന്നമാവുകയും ഭാരതത്തിൻ്റെ സ്വാധീനം ലോകത്തെമ്പാടും വ്യാപിക്കുകയും ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഇതൊക്കെ പറയുന്നത് ലയൺ മയൂര റോയൽ കിങ്ഡത്തിൻ്റെ ക്യാപ്റ്റനായ പ്രിയപ്പെട്ട രജിത്ജിയാണ്. രജിത്ജി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വല്ലാതെ ആവേശം കൊണ്ട് അതിനൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത നിരാശ വരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പ്രേക്ഷകർ ഇന്ത്യ ലൈവിനെ വിളിക്കുന്നുണ്ട്, നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിയാണ്, നമുക്ക് വലിയ സങ്കടമുണ്ടാവുകയാണ്. നൂറ്റാണ്ടുകളല്ല, ആയിരത്താണ്ടുകളായിട്ടുള്ള ഒരു ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തെ സംരക്ഷിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് സർക്കാർ നിലപാടെടുക്കുന്നു. അവിടെ കാർത്തിക ദീപം പോലും കൊളുത്തരുത്, മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് എന്ന പേരിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ഒരു സിക്കന്ദർ എന്ന് പറയുന്ന ഒരാൾ ഒളിച്ചിരുന്നപ്പോൾ കൊല്ലപ്പെട്ട മലയാണ്, അതുകൊണ്ട് അത് സിക്കന്ദർ മലയാണ്, അതുകൊണ്ട് മുരുകൻ എന്നും അവിടെ പ്രസക്തിയില്ല എന്നൊക്കെ പറയുന്ന വാദം ഒരു സംസ്ഥാന സർക്കാർ തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ വല്ലാതെ മുരുക ഭക്തർക്ക് സങ്കടമുണ്ടാവുന്നത് സ്വാഭാവികമാണ്. പക്ഷേ തമിഴ്നാട്ടിൽ മുരുകനെ വിട്ടൊരു കളിയില്ല. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കാര്യം ചോദിക്കാനായി രജിത്ജി ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ട്. അദ്ദേഹം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ മുരുക യാഗത്തിൻ്റെ ഭാഗമായി എല്ലന്മാർക്ക് അയോധ്യയിലും തിരുപ്പതിയിലും ഉജ്ജയിനിയിലും പിന്നെ ജനുവരി 26-ന് ഡൽഹിയിലും നടക്കുന്ന യാഗങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് രജിത്ജി ഇപ്പോൾ നിൽക്കുന്നത്. 26-ാം തീയതി ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് സാക്ഷാൽ നരേന്ദ്രമോദി മുരുകനെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിച്ച് തമിഴിൻ്റെ വൈഭവത്തിന് വേണ്ടി, മുരുകൻ്റെ വൈഭവത്തിന് വേണ്ടി സംസാരിക്കുന്ന നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിയുടെ മുന്നിൽ, പ്രധാനമന്ത്രിയുടെ പാദസ്പർശമുള്ള സാന്നിധ്യമുള്ള ഡൽഹിയിൽ വലിയ മുരുകയാഗം എല്ലന്മാർക്ക് നടത്തുകയാണ്. അതിൻ്റെ തിരക്കുകളിലാണ്. അതിനിടയ്ക്കും നമുക്ക് അദ്ദേഹത്തെ കിട്ടി. നിങ്ങൾ ഈ ചോദിച്ച സംശയങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഏതായാലും എല്ലന്മാർക്ക് എന്ന് പറയുന്ന മുരുക ഭക്തരുടെ വലിയ കൂട്ടായ്മയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ് ഇന്ത്യ ലൈവ്. ഇന്ത്യ ലൈവ് നിങ്ങളുടെ കൂടി ചാനലാണ്. ആ ചാനൽ നിങ്ങൾ കാണുന്നുണ്ട്, വലിയ സന്തോഷമുണ്ട്. രജിയുടെ അഭിപ്രായം കേട്ട് നിങ്ങൾ മടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം. പിന്നെ ഇപ്പുറത്ത് ഉള്ള ബെല്ലിൻ്റെ ഒരു ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തണം എന്ന് ഞാൻ ഭഗവാൻ മുരുകൻ്റെ നാമത്തിൽ എല്ലന്മാർക്കയുടെ പേരിൽ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ച സംശയങ്ങൾ, തിരുപ്പറംകുണ്ട്രത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ രജിത്ജിയോട് ചോദിക്കുന്നു. രജിത്ജി നിങ്ങളോട് സംസാരിക്കും. രജിത്ജി, വലിയ സന്തോഷമുണ്ട് നമ്മുടെ ഫ്ലോറിൽ വന്നു. പക്ഷേ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. കാരണം നമ്മൾ ഈ ഭഗവാൻ മുരുകനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേൾക്കുന്ന വാർത്തകൾ അത്ര ഹിതകരമല്ല. തമിഴ്നാട്ടിൽ തിരുപ്പറംകുണ്ടത്ത് 6 പടയ വീടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവയാനി ശൂരസംഹാരം കഴിഞ്ഞിട്ട് മുരുക ഭഗവാൻ വിശ്രമിച്ച ദേവയാനിയെ വിവാഹം കഴിച്ച പവിത്രമായ ആ മലനിരകളിൽ വലിയ പ്രശ്നമാണ്. അവിടെ ദീപം കൊളുത്താൻ ഹൈക്കോടതി പറഞ്ഞിട്ടും, സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിട്ടും തമിഴ്നാട് സർക്കാർ കേട്ടില്ല. ഇപ്പോൾ അങ്ങനെ മുരുക ഭക്തർക്ക് ദീപം കൊളുത്താൻ അനുവാദം കൊടുത്ത ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം, പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് DMK, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ പേരും ഇപ്പോൾ പാർലമെൻറ്റ് സ്പീക്കർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മുരുകയുഗമൊക്കെ വരുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് മുരുക ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയത്തിന് എതിരെ തന്നെ സർക്കാർ നടപടിയെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് പൊരുത്തപ്പെടുന്നില്ലല്ലോ. ചില കാര്യങ്ങൾ, ചില നിമിത്തങ്ങളാ, ചില മൂവ്മെൻറ്റിന് ചില സ്ഥലങ്ങളിൽ അതൊരു മൂവ്മെൻറ്റിൻ്റെ തുടക്കാവുന്ന ഞാൻ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മളെ ഇവിടെ തിരുപ്പറംകുണ്ടത്ത് ആ കേസ് കൊടുത്ത രാം രവികുമാർ ഞാൻ അറിയണ ആളാണ്. പഴനിയിലൊക്കെ വരാറും ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കൊളുത്തി ഹൈക്കോടതി കേന്ദ്ര സേനയെ വിട്ടു പോയി കത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ ആളെ ഞാൻ അറിയണ ആളാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അതൊരു വലിയൊരു ഇതായിട്ട് തമിഴ്നാട്ടിൽ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ 100 കൊല്ലമായിട്ട് അവിടെ അല്ല കത്തിക്കണത്,
പിള്ളയാർ അവിടെയാണ് കത്തിക്കണതെന്ന് പിള്ളയാർ കോവിൽ കോവിലാണ് കത്തിക്കണതെന്ന് പറയണു. പക്ഷെ ഇവർ അവിടെ പക്ഷെ ആ ദർഗയായാലും ദർഗയിലുള്ള പടിക്കെട്ടായാലും പിന്നെ നെല്ലിത്തോപ്പ് അങ്ങനെ മൂന്നും മാത്രം കോടതി വിധിയിൽ അവർക്ക് കൊടുത്താണ്. ഇത് അതല്ലാത്തൊരു സ്ഥലത്താണ് ഈ വിളക്ക് തൂൺ, അവിടെയാണ് കത്തിക്കാൻ ക്ഷേത്രത്തിന്റെ കോടതി. അതിനാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എതിർപ്പ് ഇവര് നമ്മുടെ സ്ഥലത്ത് നമ്മൾ വിളക്ക് കൊടുത്തോ വേണ്ടയോന്ന് അപ്പുറത്തെ ദർഗക്കാരൻ തീരുമാനിക്കുമെന്ന് പറയും. പക്ഷെ ഇത് ദർഗി ശരിക്കും പറഞ്ഞാൽ എൻ്റർ ആയിട്ടില്ല. ഗവൺമെന്റാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല അത് ആ രീതിയിൽ എതിർക്കും. പക്ഷെ അതിനെതിരെ ശക്തമായ ഒരു ഇത് അവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ തമിഴ്നാട്ടില്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചില നിമിത്തങ്ങൾ നടക്കാനുള്ളതായിരിക്കാം. പക്ഷെ ഇതിന് വേറൊരു കാര്യം എന്താ പറയുക, ഇപ്പൊ തിരിച്ച് അവിടെ ഇവര് സംസാരിക്കണ പോലെ തന്നെ മറ്റേ DMK ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന അടുത്തൊരു സംഭവം എന്താണെന്നറിയാം, മുരുകൻ ഹിന്ദു ആണോ? ഓ, മുരുകൻ ഹിന്ദു ആണോ? അതാണ് അവരുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. മുരുകൻ അവര് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്, മുരുകൻ ഹിന്ദു അല്ല, മുരുകൻ തമിഴനാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു അല്ല എന്ന് പറയുന്ന പോലെ. അതെ അതെ, ആ മുരുകൻ ഹിന്ദു അല്ല, തമിഴനാണ്. അപ്പൊ വടക്കേ ഇന്ത്യയിൽ എന്തുകൊണ്ട് മുരുകന്റെ ക്ഷേത്രങ്ങളില്ല? മുരുകന്റെ സഹോദരന്റെ ക്ഷേത്രങ്ങൾ 2 സ്ഥലത്തും ഉണ്ട്. എന്നാൽ മുരുകന്റെ ക്ഷേത്രം വടക്കേ ഇന്ത്യയിലില്ല. അപ്പൊ മുരുകൻ വേദങ്ങളിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ഇതൊക്കെ സമാനമായ അയ്യപ്പന്റെ കാര്യത്തിൽ അയ്യപ്പ ക്ഷേത്രം വടക്കേ ഇന്ത്യ ഇല്ല. ഇത് തുടർച്ചയായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ആണ് അപ്പൊ അവര് ഒരിക്കലും തമിഴൻ ഹിന്ദു ഭാരതീയത്തിന്ന് വേറെയാണ്. അയ്യപ്പൻ എന്ന് പറയുന്നത് ബുദ്ധനാണ് എന്ന് പറയുന്നത് പോലെ പറയാം. ഇത് നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. ഭഗവത്ഗീതയില് ഞാൻ തന്നെയാണ് സ്കന്ദൻ എന്ന് പറയുന്ന വാചകം അവർ മനഃപൂർവ്വം വിട്ടുകളയും. അതുമാത്രമല്ല, ഒരു കാലത്ത് വിക്രമാദിത്യ മഹാരാജാവിന്റെ കാലത്തും അവിടെയൊക്കെ ഇപ്പോഴും മുരുകക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ പേര് സ്കന്ദെന്നും കുമരഗുപ്തെന്നും പറഞ്ഞ് അവരെ ബോധിപ്പിക്കാൻ ഇപ്പുറത്തുനിന്ന് ആൾക്കാർ ശ്രമിക്കണം. ശരിക്കും വെച്ചാൽ അവിടെയാണ് എല്ലാമാർക്കുടെ ഒരു പ്രസക്തി. മുരുകനും ദേശീയതയായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഇത്തരം ചില കാര്യങ്ങളെ തടയാൻ സഹായിക്കാനും മുരുകനും അങ്ങനെയാണ് ഡിസൈഡ് ചെയ്ത്. അതുകൊണ്ടാവും മുരുകനും ദേശീയതയും ഒന്നാണ് എന്നുള്ള ലെവലിൽ. അപ്പോൾ ആ ഒരു മൂവ്മെന്റ് അവിടെ അവർ പറയുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും നേരത്തെ പറഞ്ഞ മുരുകയുഗമാണ്, അതിൻ്റെ ഒരു പവർ നീള ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അല്ല, ഇതിനകത്ത് ഈ നമ്മുടെ അയോധ്യയുമായി ഒരു ബന്ധമുണ്ട്. കാരണം ഇപ്പം നമ്മളീ പറയുന്നത് ഈ പൗരാണിക കാലം മുതലേ തിരുപ്പറംകുണ്ടമുണ്ട്, അവിടെ ഈ ക്ഷേത്രമുണ്ട്. പിന്നീട് ഈ തുഗ്ലക്കിൻ്റെ ഒരു കമാൻഡർ ഗവർണറായിട്ട് മധുരയിൽ വന്നു. അയാൾ സ്വയം അങ്ങനെ അവിടുത്തെ സുൽത്താനായി. അങ്ങനെ സിക്കന്ദർ വരുന്നു. സിക്കന്ദറിൻ്റെ കാലത്ത് ഹിന്ദുക്കളെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിക്കും, പുരുഷന്മാരെ ശൂലത്തിൽ കയറ്റിക്കൊല്ലും, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇത് കണ്ട് മനം മടുത്ത വിജയനഗര സാമ്രാജ്യത്തിലെ ചക്രവർത്തി കുമാരകമ്പണ്ണ ഈ സിക്കന്ദറിൻ്റെ തുഗ്ലക്കിൻ്റെ അനുയായിയായ സിക്കന്ദറിൻ്റെ ഭരണം അവസാനിപ്പിച്ച് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി യുദ്ധം നടത്തി തോറ്റോടിയ സിക്കന്ദർ ഈ മലയുടെ മുകളിൽ ഒളിച്ചിരുന്നു. അവിടെ വെച്ച് അയാളെ കൊന്നു. അങ്ങനെ ഹിന്ദുക്കളെ ദ്രോഹിച്ച വിദേശ അക്രമകാരിയാണ് സിക്കന്ദർ. അയാളുടെ പേരിലാണ് അവിടെ ദർഗ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ആ ദർഗ ഉള്ളതുകൊണ്ട് മുരുകൻ അവിടെ ഇറങ്ങിപ്പോണമെന്നാണ് പറയുന്നത്. ഇതിൽ വേറെ സ്കന്ദർമല എന്നാണ്, പിന്നെ സിക്കന്ദർമല എന്നുള്ളത്. ഇന്നലെ ഒരു തമിഴ് ചർച്ചയിൽ ഒരാൾ ഡിഫെൻഡ് ചെയ്യാണ് സ്കന്ദമല. സ്കന്ദ എന്നുള്ളൊരു പേര് മുരുകനില്ലല്ലോ, അത് തമിഴ് പേരല്ലല്ലോ. അതില് കന്ദപുരാണം എന്നുള്ള പുരാണം തമിഴുണ്ട്, അതാണ് സ്കന്ദപുരാണം എന്ന് പറയുന്നത്. കന്ദപുരാണം എന്ന് തമിഴിൽ പറയും. പക്ഷെ പറയാൻ എന്തായാലും പറ്റുമല്ലോ, എന്തെങ്കിലും പറയാം. നമ്മൾ അയ്യപ്പനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കേട്ടോ അല്ലേ? അപ്പോ ആ രീതിയിലാണ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവര് ശ്രമിക്കുന്നത്. പക്ഷെ നടക്കില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു സംഭവം പറഞ്ഞിരുന്നു, നമ്മുടെ എല്ലാമാർക്ക് ടാക്സ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പഴനിയിലൊരു പൂജ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ശേഷം തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ വരുന്നു. ഞാൻ 2-3 മാസം മുമ്പ് അവിടെ ഒരു പൂജ കഴിഞ്ഞിട്ട് ഞാൻ അത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാണാൻ നമുക്ക് ചില സമയം നമ്മൾ ഈ മുരുകയോഗം വരുന്നു, വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ സാക്ഷാൽ മുരുകൻ്റെ ആസ്ഥാനത്ത് നേരെ ആക്രമണം ഉണ്ടാവുന്നു. എല്ലാമാർക്ക് നേരെ നല്ല ആക്രമണം നടക്കുന്നുണ്ട്. തീർച്ചയായും അതിശക്തമായ ആക്രമണം അല്ലേ?